السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه الفائزين وعلى من تبعهم بإحسان إلى يوم الدين وبعد. أعوذ بالله السميع العليم من الشيطان الرجيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരനായ വിശ്വാസിനികളെ, ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്താണ് സക്കാത്തിൻ്റെ പ്രാധാന്യമെന്നും എന്തിലൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതും എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇനി നമുക്ക് പ്രധാനമായി മനസ്സിലാക്കാനുള്ളത് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ നമുക്ക് സക്കാത്ത് കൊടുക്കാം എന്നതാണ് അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 8 വിഭാഗം ആൾക്കാർക്കാണ് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമായിട്ടുള്ളത്. 8 വിഭാഗം ആൾക്കാരാണ് അതിൽ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്തിലൂടെ സൂറത്ത് തൗബയിലെ 60-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആ സക്കാത്തിന്റെ അവകാശികൾ ആരൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്തിൽ തന്നെ വളരെ വ്യക്തമാണ്, സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബ്നിസ് സബീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സദഖാത്ത് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം സക്കാത്താണ്. സക്കാത്ത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? ലിൽ ഫുഖറാ, പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്. വൽ മസാക്കീൻ, അഗതിയാണ്. എന്താണ് ഫുഖറാഉം മസാക്കീനും തമ്മിൽ വ്യത്യാസം? ഫക്കീർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫക്കീറിനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അവൻ ദരിദ്രനാണ് എന്നുള്ളത്. എന്നാൽ മിസ്കീനെ നമുക്ക് നോട്ടത്തിലോ അവന്റെ പെരുമാറ്റത്തിലോ നമുക്ക് പാവപ്പെട്ടവനാണ് അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെടുന്നവനാണെന്ന് മനസ്സിലാകില്ല. അവൻ അഭിമാനം പണയം വെക്കാതെ അഭിമാനിയായിക്കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും. അങ്ങനെയുള്ളവരാണ് മിസ്കീൻ. അങ്ങനെ ഫുഖറാ, മസാക്കിൻ, ഫക്കീർ, മിസ്കീൻ രണ്ട്. വൽ ആമിലീന അലൈഹ, മൂന്നാമത്തത് വൽ ആമിലീന അലൈഹ, ഈ സക്കാത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ്. അതായത് സക്കാത്ത് ശേഖരിക്കാനും വിതരണം ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഈ സക്കാത്തിന്റെ വിഹിതത്തിൽ ഒരു അവകാശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത് സക്കാത്ത് ഓരോ ധനികനും നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കാണുന്നത് പോലെ ഒരു കസേര വെച്ചിരുന്ന് പാവപ്പെട്ടവൻ ദരിദ്രന്റെ മുന്നിൽ കൈനീട്ടി പോകുന്ന സിസ്റ്റമല്ല, സംവിധാനമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് സക്കാത്ത് മൊത്തമായി പിരിച്ചെടുത്ത് വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുന്ന രീതിയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശേഖരണത്തിനും വിതരണത്തിനുമൊക്കെ ചിലപ്പോൾ ജോലിയൊക്കെ ഒഴിവാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം, അവർക്ക് ആവശ്യമുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും സക്കാത്തിന്റെ മുതൽ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇസ്ലാം
അവൻ മനസ്സുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ ചില ബാധ്യതകൾ ഉണ്ടാകാം. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പായി തീർക്കേണ്ട ബാധ്യതകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അതൊരു പ്രയാസമാണെങ്കിൽ അങ്ങനെയുള്ള സഹായങ്ങൾക്ക് സക്കാത്തിന്റെ സ്വത്ത് കൊണ്ട് ആ മനസ്സിണങ്ങിയവനെ സഹായിക്കാം. അതേപോലെ തന്നെ അഞ്ചാമതായി വഫീർ റിഖാബ്, അടിമകളുടെ മോചനത്തിന്, ഒരു അടിമയെ മോചിപ്പിക്കാൻ ഇപ്പോൾ ആ സംവിധാനം നിലവിലില്ലെങ്കിൽ കൂടി ആദ്യകാലത്ത് നിലവിലുണ്ടായിരുന്ന ആ സംവിധാനം, ഒരടിമയെ മോചിപ്പിക്കാൻ ഉടമസ്ഥൻ ഇത്ര മൂല്യം, ഇത്ര പണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ അടിമയുടെ കയ്യിലാണെങ്കിൽ കൊടുക്കാനില്ല എങ്കിൽ ആ അടിമയെ മോചിപ്പിക്കാൻ സക്കാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാവുന്നതാണ്. ആറാമതായി വൽ ഗാരിമീൻ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, ചിലപ്പോൾ സ്വന്തം വരുത്തി വെച്ച കടമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു മുസ്ലിം കടത്തോടുകൂടി മരണപ്പെട്ടാൽ അവന്റെ കടം വേറെ ആൾ ഏറ്റെടുക്കണം, ചിലപ്പോൾ അങ്ങനെ ഏറ്റെടുത്ത കടമായിരിക്കാം, സാമൂഹ്യ ബാധ്യത എന്നുള്ള നിലക്ക് ഏറ്റെടുത്ത കടമായിരിക്കാം. എങ്ങനെയായിരുന്നാലും കടം കൊണ്ട് നമ്മുടെ സഹോദരൻ ബുദ്ധിമുട്ടുന്നെങ്കിൽ ആ കടം വീട്ടാൻ സക്കാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹിന്റെ മാർഗത്തിലുള്ള കാര്യങ്ങൾക്ക് സക്കാത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാവുന്നതാണ്. വബ്നി സബീൽ, അതേപോലെ തന്നെ വഴിപോക്കൻ. എങ്ങനെയുള്ള വഴിപോക്കനാണത്? ഒരാൾ യാത്ര പുറപ്പെട്ടു, യാത്രക്കാരനാണ്, അയാളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വല്ല ചെലവും വന്ന് സമ്പത്ത് കഴിയുകയോ അയാൾ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ സക്കാത്തിന്റെ സംവിധാനമുണ്ടെങ്കിൽ ആ സക്കാത്തിന്റെ പണം അയാളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ 8 വിഭാഗത്തെയാണ് ഇസ്ലാം നമുക്ക് സക്കാത്ത് കൊടുക്കൽ നിശ്ചയിക്കപ്പെട്ട 8 വിഭാഗമായി പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫരീളതൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്ര ഇത്, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. അള്ളാഹു എല്ലാം അറിയുന്ന അള്ളാഹു നിശ്ചയിക്കപ്പെട്ടതാണ്. അതിൽ നമ്മുടെ ഒരു തിരുത്തലിന്റെ, നമ്മുടെ ഒരു ബുദ്ധി പ്രയോഗിക്കലിന്റെ ആവശ്യം അതിലില്ല. മറിച്ച് അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെ ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുകയാണ്, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യം ചെയ്തുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. എങ്ങനെയാണ് എടുത്തു പറയും? പിന്നെ അതേപോലെ തന്നെ ശല്യം ചെയ്യുകളക്കാരാ കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവനെ പോലെ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവന്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. നേരത്തെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഒരു കതിരിൽ നിന്ന് 700 കതിർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ധാന്യമണി പോലെയാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ. എന്നാൽ ഇതോ എടുത്തു പറഞ്ഞ് ശല്യം ചെയ്യുകയൊക്കെ ചെയ്താൽ മസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്, അല്പം മണ്ണ് മുകളിലുള്ള മിനുസമുള്ള ഒരു പാറ പോലെയാണ് അള്ളാഹു അതിനെ ഉപയോഗിക്കുന്നത്. അല്പം മണ്ണുള്ള മിനുസമായ പാറ. ഫഅസ്വാബഹു വാബിൽ, ആ പാറയുടെ മേൽ എന്ത് ചെയ്തു? ഫഅസ്വാബഹു വാബിലുൻ ഫതറകഹു സൽദാ, ആ ഒരു മഴ ആ പാറയുടെ മേൽ പതിക്കുകയും ആ മണ്ണൊലിച്ചു പോയി പാറ, മൊട്ടപ്പാറ ബാക്കിയാവുകയും ചെയ്തു. അങ്ങനെയാണ് അള്ളാഹു അതിനെ ഉപയോഗിക്കുന്നത്. ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ സമ്പത്ത്, ഭൗതികമായി നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ട ആത്മീയമായി ഒന്നും കിട്ടാനുമില്ല എന്നുള്ള കോലത്തിലേക്ക് നമ്മുടെ സമ്പത്ത് മാറും. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ, എന്നിട്ട് അള്ളാഹു പറയാൻ, അവർ അധ്വാനിച്ചതിന്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയുകയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അള്ളാഹു സത്യനിഷേധികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ സത്യനിഷേധികളായ ആൾക്കാരുടെ കൂട്ടത്തിൽ പെടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞ ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുക എന്ന ചെറിയ ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ വളരെ കൃത്യമായി അള്ളാഹിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, യഥാർത്ഥ മാർഗം സ്വഹാബത്തിൻ്റെയും പ്രവാചകരും പഠിപ്പിച്ച താബീങ്ങൾ
പിന്തുടർന്ന് പോന്ന ആ യഥാർത്ഥ പാത പിന്തുടർന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുക, സക്കാത്തിന്റെ അവകാശികളെ കണ്ടെത്തി അതിന്റെ യഥാർത്ഥ സംവിധാനം ഉപയോഗിച്ച് സക്കാത്ത് കൊടുക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.